السلام عليكم ورحمة الله وبركاته. حديث كلاس 1197. ما بخاري مسلم رضي الله عنهما ريبورت ചെയ്യുന്ന حديث عن سهل بن سعد الساعدي رضي الله عنه قال സഹൽ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന, നിശ്ചയമായും ഒരാൾ അവൻ സ്വർഗത്തിന്റെ അഹലുകാരുടെ അമല് ചെയ്യും. സ്വർഗത്തിന്റെ ആളുകൾ ചെയ്യുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ അഹലുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അമലുകളും സൽക്കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യും. ഫീമാ യബ്ദുലിന്നാസ്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ. ജനങ്ങൾ കാണുമ്പോൾ അവൻ സ്വർഗത്തിന്റെ പണിയാണ് എടുക്കുന്നതൊക്കെ. വഹുവ മിൻ അഹ്ലിന്നാർ, യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയാണ്. ഇന്ന റജുല ലയഅമലു അമല അഹ്ലിന്നാർ, നിശ്ചയം ഒരാൾ അവൻ നരകത്തിന്റെ അഹലുകാർ ചെയ്യുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. അവന്റെ പ്രവർത്തനം കണ്ടാൽ അവൻ നരകാവകാശിയാണെന്നും തോന്നും. ഫീമാ യബ്ദുലിന്നാസ്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ വഹുവ മിൻ അഹ്ലിൽ ജന്ന, യഥാർത്ഥത്തിൽ അവൻ സ്വർഗാവകാശിയാണ്. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. നമ്മയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു ഹദീസാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ സ്വർഗാവകാശിയാണെന്ന്. അത്രയും നല്ല ഇബാദത്താണ്, സൽക്കർമ്മങ്ങളൊക്കെ കണ്ടാൽ അവൻ സ്വർഗത്തിന്റെ പണിയാണ് എടുക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നരകാവകാശിയാണ്. എന്നാൽ മോശമായി വേണ്ടാത്തതൊക്കെ ചെയ്തെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ അവൻ കുറിച്ച് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നരകാവകാശിയാണ്. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗാവകാശിയായിരിക്കും. അപ്പോ പ്രവർത്തനങ്ങൾ കണ്ട ഒരാളെയും വിലയിരുത്താൻ കഴിയൂല. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണെന്ന് അറിയില്ല. അതിന് അന്ത്യം എങ്ങനെയാണോ, ഓരോന്നിന്റെയും അവസാനം എങ്ങനെയാണോ, അതനുസരിച്ചാണ് പ്രതിഫലങ്ങൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗാവകാശികൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.